സലീം, ഈ യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞതാണ് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ. അതിനുശേഷം സിൻഡിക്കേറ്റ് എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായി നിലനിൽപ്പില്ല എന്നുള്ള കാര്യമാണ് സിസാ തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ സസ്പെൻഷൻ റദ്ദാക്കി എന്നുള്ള കാര്യത്തെയൊന്നും VC അംഗീകരിക്കുന്നുമില്ല. ഈ തർക്കം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോടതിയിലേക്ക് പോകുന്ന ഒരു പരിഹാരത്തിന് രജിത്ത, തർക്കം വല്ലാത്തൊരു വഴിയിലേക്ക് പോവുകയാണ്. കാരണം VCയും സിൻഡിക്കേറ്റും രണ്ട് വഴിക്ക് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം VC പറയുന്നു സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ല, അത്തരത്തിലൊരു ചർച്ച പോലും യോഗത്തിലേക്ക് വന്നിട്ടില്ല, യോഗത്തിന്റെ അജണ്ട അതായിരുന്നില്ല, അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ റദ്ദാക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് VCയുടെ താൽക്കാലിക വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസാ തോമസ് പറയുന്നത്. അതേസമയം സിൻഡിക്കേറ്റ് അതിനുശേഷം ഈ യോഗം പിരിച്ചുവിട്ടതിന് ശേഷമാണ്, യോഗം ചെയറിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മറ്റൊരു പ്രമേയം പാസാക്കിയെന്ന് പറയുന്നത് എന്നുള്ളതാണ് സിസാ തോമസും BJPയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളും ആരോപിക്കുന്നത്. അതേസമയം ഇപ്പോഴും സിൻഡിക്കേറ്റ് യോഗം തുടരുകയാണ് എന്നുള്ളതാണ് ഇടതംഗങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്ത. യോഗം അവിടെ ചേരുകയാണ്. പക്ഷേ അതിനെ പരിഹസിച്ചുകൊണ്ട് BJP അംഗങ്ങൾ പറഞ്ഞത് ഇപ്പോൾ അവിടെ പാർട്ടി യോഗം വല്ലതും ചേരുകയായിരിക്കും എന്നുള്ളതാണ്. സിസാ തോമസ് പറഞ്ഞത് യോഗം കഴിഞ്ഞതിന് ശേഷം കുശലം പറഞ്ഞിരിക്കുകയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇടതംഗങ്ങൾ പറയുന്നത് യോഗം ഇപ്പോഴും തുടരുകയാണ്, സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നടപടി അജണ്ടയിൽ വന്നു, ഇതിനുശേഷം അജണ്ടയിൽ വന്നു, അത് റദ്ദാക്കി എന്നുള്ളതാണ് പറയുന്നത്. അതിന് നിയമപരമായി എത്രത്തോളം സാധുതയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വേണം തീരുമാനിക്കാൻ. കാരണം റദ്ദാക്കിയതായുള്ളൊരു പ്രമേയം VCയുടെ അസാന്നിധ്യത്തിലാണ് ഇവർ പാസ്സാക്കിയത്. അത് പാസ്സാക്കിയതിന് ശേഷം അതിൽ റദ്ദാക്കി എന്നുള്ളൊരു വിവരവും പുറത്തുവിട്ടതാണ്. പക്ഷേ അത് ഏത് നിലയിലാണത് നിലവിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് കോടതിയിലേക്ക് പോയാൽ മാത്രമേ ആ തർക്കം അവസാനിക്കൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ സസ്പെൻഷൻ റദ്ദാക്കി എന്നുള്ള നടപടി സിൻഡിക്കേറ്റിൻ്റെതാണ്. സിൻഡിക്കേറ്റ് അത് പറയുന്നതിന് കാരണം എല്ലാത്തിൻ്റെയും അപ്പലറ്റ് അതോറിറ്റി സിൻഡിക്കേറ്റാണ്, ഏറ്റവും മുകളിൽ സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിലെ ഒരു അംഗം മാത്രമാണ് VC. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനം കൈക്കൊള്ളാനും സസ്പെൻഷൻ റദ്ദാക്കാനുമുള്ള അധികാരം സിൻഡിക്കേറ്റിനുണ്ട് എന്നുള്ളതാണ് ഇടതംഗങ്ങൾ പറയുന്നത്. VC പറയുന്നത് സിൻഡിക്കേറ്റിന് അധികാരമുണ്ട്, പക്ഷേ സിൻഡിക്കേറ്റ് യോഗം അതായത് അത് ചെയർ ചെയ്യുന്നത്, അതിന് അധ്യക്ഷത വഹിക്കുന്നത് VC ആണ്. VC ആയ സിസാ തോമസ് ആ യോഗം പിരിച്ചുവിട്ടതിന് ശേഷം പിന്നീട് നടന്ന ചർച്ചയും അതിനെ തുടർന്നുണ്ടായ പ്രമേയവും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയില്ല. അത് കുശലം പറച്ചിൽ മാത്രമാണ്, അതിനതല്ലാതെ നിയമപരമായ ഒരു സാധുതയുമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും ഈ യോഗം അവിടെ തുടരുകയാണ്. ഈ സിൻഡിക്കേറ്റിന്റെ അംഗങ്ങളുടെ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോഴും ആ യോഗം അവിടെ ചേരുകയാണ്. അവർ അതിനുശേഷമാണ്, നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷമാണ് നിലവിലെ ചർച്ച അവിടേക്ക് തുടങ്ങിയത്. അതിനുശേഷം അവർ തന്നെ പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം അവർ തന്നെ പാസ്സാക്കുകയുമായിരുന്നു. അതിന് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ള കാര്യമൊക്കെ കോടതിയിലേക്ക് തന്നെ പോകേണ്ടി വരും. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ മാത്രം തീരുന്നൊരു പരിഹാരമായി ആ വിഷയം മാറുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു, സർവകലാശാലയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.